നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മുൻവർഷം PSC ചോദിച്ച ചോദ്യവും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളുമാണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക. ആൻസർ ഏതാണ്? നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരുടെ കടമയാണ്, ധർമ്മമാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ. അപ്പോൾ ഉത്തരം എയും സിയുമാണ് ശരി. അതിൻ്റെ റിലേറ്റീവ് ഫാക്റ്റ് നോക്കാം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാകുന്നത് വരെയാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് 1993 ഡിസംബർ 3-ാം തീയതി. അനുച്ഛേദം 243 ZA സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിളാണ് 243 ZA. സംസ്ഥാനത്തെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും വാർഡുകളുടെയും നിയോജക മണ്ഡലങ്ങളുടെയും അതിരുകൾ നിർണ്ണയിക്കുന്നതിനായി കാലാകാലങ്ങളിൽ രൂപീകരിക്കുന്ന സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 326 ആണ്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോഴത് 18 വയസ്സാണ്. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 61ാം ഭരണഘടനാ ഭേദഗതി. നിലവിൽ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയുടെയാണ് രാജീവ് കുമാർ. 3 അംഗങ്ങളുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷനായി നിയമിതനായത് അരവിന്ദ് പന്നഗരിയ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയഭാരതി സയാനി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സോ ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 1998 ഡിസംബർ 11. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായം 5 പ്രകാരം 21ാം വകുപ്പ് 1-ാം ഉപവകുപ്പ് അനുസരിച്ചാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. നിലവിലെ കമ്മീഷൻ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ്. താങ്ക്